ഫേക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ആ സിനിമ സൈറ്റിൽ എത്ര ആൾക്കാരുണ്ടായിരുന്നോ എത്ര പ്രൊഡ്യൂസർമാർ, എത്ര പ്രൊഡക്ഷൻ കൺട്രോളർമാർ, എല്ലാവർക്കും അറിയുന്ന കാര്യം ഇവിടെ പറയുന്നത്. ഓക്കെ, തന്തയില്ലാതെ റൂമിൽ പോയിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അടിയാക്കാൻ അനക്ക് എത്ര തന്തുണ്ടെന്ന് ചോദിച്ചിട്ട് മമ്മു അല്ല എന്തിനാ അടിയായത് അതും കൂടി ഒന്ന് പറഞ്ഞു കൊടുത്തേ. ആടെ അവര് കഞ്ചാവ് ഉപയോഗിച്ചതിന് ഞാൻ ചോദ്യം ചെയ്തതിനാണ് എന്നെ പിടിച്ച് നിനക്ക് എത്ര തന്തുണ്ടെന്ന് പറഞ്ഞിട്ട് എന്നോട് അടിയാക്കിയത്. എന്നിട്ടോ ആ പ്രശ്നങ്ങൾ മൊത്തം ഇപ്പോ ലാസ്റ്റ് പ്രൊഡ്യൂസറായിട്ട് ഇതായത് ഞാനല്ലേ കൊടുത്തിന് കാസ്റ്റ് ചെയ്തിട്ട് ഞാനാണ് പ്രൊഡ്യൂസറോട് സമാധാനം പറയേണ്ടി വന്നത്. 1.5 ലക്ഷം രൂപ കുത്തിപ്പിടിച്ചു വാങ്ങിയതോ. ഞാനൊരു കാര്യം പറയട്ടെ, ഇവർ എന്തെല്ലാം പ്രശ്നങ്ങൾ ഏടെല്ലാം ഉണ്ടാക്കിയിട്ട് എൻ്റെ കേസറ്റിന് കുറേ കാര്യങ്ങൾ അറിയാം. ഓക്കെ, പക്ഷെ ഓൻ എൻ്റെ കൂടെ നിൽക്കില്ല. ഈ ജാസി കുറേ അടുത്ത് പോയി സ്കാം ചെയ്യും. ഈ എൻ്റെ ടീമിലുള്ള ഈ ഗ്യാങ്ങിലുള്ള ആൾക്കാർ സ്കാമേഴ്സ് ഉണ്ട്. ഓക്കെ, ഈ ഓരോ ആൾക്കാർ സ്കാം ചെയ്യുമ്പം ആദ്യം എത്തുക ഈ കമ്പനി. ഇപ്പം ഈ പ്രൊമോഷൻ ചെയ്യുന്ന ഒരു ടീം, ഇപ്പോൾ ഒരു ഷോപ്പുകാർ ഇപ്പോൾ ജാസിനോടോ അല്ലെങ്കിൽ ആരോടെങ്കിലോ ഇത് പറയും പ്രൊമോഷൻ ചെയ്യണം, ചെയ്യാം, പൈസ അയക്കും ആദ്യം, എന്നിട്ട് പ്രൊമോഷൻ ചെയ്യില്ല, സ്കാം ചെയ്യും. ഓക്കെ, ഈ സ്കാം ചെയ്യുമ്പോൾ ഇവർ നേരെ പോവുക, ഇവർക്ക് കേസ് കൊടുക്കാൻ ഇതാക്കാനൊന്നും കഴിയില്ല, എല്ലാം ടൈം എടുക്കും. ഇവർ നേരെ പോവുക ഈ ഓൺലൈൻ ഈ എൻ്റെ കാസറ്റ് ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട്, കുറേ ഇങ്ങനത്തെ ഈ ഓൺലൈൻ സാധനങ്ങളുണ്ട്. ഇങ്ങനെ കുറേ ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കും. ഇപ്പം ലാസ്റ്റ് വന്നത് എൻ്റെ കാസറ്റാ, അതൊന്നും പുറത്തു വിടില്ല കേട്ടോ. ഓന് എൻ്റെ ഭാഗത്ത് നിൽക്കൂല, മനസ്സിലാവും. ഓനക്ക് അങ്ങനെ എന്നോടൊരു ഇതുണ്ട്, ദേഷ്യമുണ്ട്, ഒരു കടിയുണ്ട്, മനസ്സിലാവും. ഓൻ എന്നെ എങ്ങനെയെങ്കിലും തകർക്കുക, എങ്ങനെയെങ്കിലും ഒരു ഡൗൺഫോൾ ഓൻ അവിടെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക. എനിക്ക് ഇതെല്ലാം അയച്ചു, നിൻ്റെ എന്നെ തീർക്കാനുള്ള സാധനങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക. ഓൻ വിചാരിച്ച് ഇത് ഇന്നലെ അത് വന്നപ്പോഴേക്കും ഞാൻ അങ്ങ് തീർന്നു പോയി. വേറെന്തല്ലോ വേറെ ഒരാളും കൂടി ഇതിൽ എൻ്റർ ആകുന്നുണ്ട് കേട്ടോ. എല്ലാം വേറെ കാര്യം കുറച്ച് കഴിഞ്ഞ് ഞാൻ പറഞ്ഞുതരാം. അതിൽ വേറെ പാസ്റ്റ് നിന്ന് ഒരാളെല്ലാം എൻ്റർ ആകുന്നുണ്ട്. പുതിയ സ്റ്റോറീസ്, പുതിയ കാര്യങ്ങളെല്ലാം ക്രിയേറ്റ്, എല്ലാവരും ഓപ്പർച്യൂണിറ്റീസ് ഉപയോഗിക്കും. ഓക്കെ, ഞാൻ പറഞ്ഞു വരുന്നത് എൻ്റെ കേസറ്റിൻ്റെ അടുത്തേക്ക് ഇങ്ങനത്തെ കുറേ സ്കാം കേസുകൾ പോകും. ജാസിൻ്റെതായാലും ബാക്കി പേരൊന്നും പറയുന്നില്ല, ഓരോ ആൾക്കാരത്. ഓക്കെ, സ്കാം കേസുകൾ പോകും. ഇത് സെറ്റിൽ ചെയ്യുന്ന ആരാ? ഞാൻ എൻ്റെ കയ്യിൽ നിന്നാണ് ഞാൻ പൈസ എടുത്ത് കൊടുക്കുന്നത്. ഇവർ പൈസ വാങ്ങിയിട്ട് പ്രൊമോഷൻ ചെയ്യാണ്ട് പറ്റിക്കും. ഓക്കെ, എൻ്റെ റെപ്യൂട്ടേഷൻ പോകാണ്ടിരിക്കാൻ, എൻ്റെ ഗ്യാങ് ഞാൻ അത്രയും ആഗ്രഹിച്ചുണ്ടാക്കിയെടുത്ത ഗ്യാങ്ങിൻ്റെ വില പോകാണ്ടിരിക്കാൻ ഞാൻ ഈ പൈസ കൊടുക്കും. മനസ്സിലാവും? എല്ലാത്തിനുള്ള പ്രൂഫ് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ഒരു കാര്യം പറയട്ടെ, നാളെ എന്തായാലും ഇവന്മാരെ അടുത്ത ഇതിൻ്റെ കൺവിൻസിങ്ങും എന്താണെന്ന് വെച്ചാൽ മിക്കവാറും അങ്ങനെ ആയിരിക്കും പറയാം. വീഡിയോ ഓഡിയോ ഞാൻ പറയുന്നത് ഞാൻ സംസാരിക്കുന്ന സ്ക്രിപ്റ്റ് ഇതെല്ലാം പറഞ്ഞിട്ടായിരിക്കും വരിക. ഞാൻ ഒരു കാര്യം പറയല, ഞാൻ ഈ ലൈവിൽ മൊത്തം പറയുന്നതിൽ ഒരു വാക്കെങ്കിലും പ്രൂഫില്ലാണ്ട് ഞാൻ പറയില്ല. ഇതിലേതെങ്കിലും ഒരു കാര്യം ഇവർ പൊളിക്കുകയാണെങ്കിൽ, ഇതിൽ ഞാൻ കളവ് പറഞ്ഞെന്നോ അല്ലെങ്കിൽ ഞാൻ ഇല്ലാത്ത പറഞ്ഞതാക്കുകയാണെങ്കിൽ ഈ മൊത്തം സാധനം ഞാൻ കള്ളൻ നിങ്ങളങ്ങ് ഉറപ്പിച്ചോ. ഓക്കെ.